നന്ദി പറയാനുള്ളത് എൻ്റെ സ്റ്റാഫുകളോടാണ്. അതെ, ഷീജ, ഷീബ, നളിനി. തീർച്ചയായിട്ടും സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് എന്റെ ഈ ഷോപ്പ് നെടുന്തൂണെന്ന് പറയാം. കാരണം എങ്ങനെയാക്കി ഇത് എന്റേതായിട്ടുള്ളത് മാത്രമായിട്ട് കാണരുത്. ആ കുട്ടികളെ എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഷോപ്പ് ഇങ്ങനെ ആക്കി എടുത്തതിന്റെ നന്ദി അവർക്ക് തന്നെയാണ്. നമ്മുടെ സ്റ്റാഫുകളെ പരിചയപ്പെടാം. അവരാണ് ഞാൻ പറഞ്ഞില്ല ഈ ഷോപ്പിന്റെ ഇതുവരെ ഇങ്ങനെ കൊണ്ടു നടത്തിയിട്ടുള്ള ആൾക്കാർ അവരാണ്. അപ്പൊ അവരെ മറന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇത് നളിനി ചേച്ചി നമസ്കാരം. നളിനിയാണ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ. ഇത് ഷീജ ചേച്ചി ഫിറ്റിംഗ്, കണ്ണ് ടെസ്റ്റിംഗ് അതൊക്കെ ചെയ്യുന്നത് ആണ്. അത് ഷീബ ചേച്ചി നമസ്കാരം. വള്ളുവനാട്ടിലെ സെയിൽസിന്റെ കാര്യം, ഇവിടുത്തെ അതായത് ഓൾ നോൺ ആയിട്ട് ഇങ്ങനെ നിന്ന് സെയിൽസിന്റെ ചെയ്യുന്നത്. ഓക്കെ. ഇനി അവരോട് നേരിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ്. അതായത് എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷനിലുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളോട് അങ്ങനെ അതല്ല എനിക്കിത് മതി, അങ്ങനെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കും. ചില കസ്റ്റമർക്ക് പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വോക്കൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പറയും പ്രോഗ്രസീവ് വേണം പറയും. അപ്പം ഞങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അത് ശരിയാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ. അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അതല്ല, നമ്മളുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് അങ്ങനെ ചൂടാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്? അതായത് എനിക്ക് ആ ഗ്ലാസ് മതി, നിങ്ങളോട് ഇത് തരാൻ പറഞ്ഞില്ല, അത് തന്നാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അവർക്ക് പെട്ടെന്ന് കിട്ടണം എന്നാണ് ചില കസ്റ്റമർക്ക്. ഒക്കെ പെട്ടെന്ന്. നിങ്ങളിപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ എത്രയായി? ഞാൻ വന്നിട്ട് 2019 ഫെബ്രുവരി 11 തീയതി. അതെ. ചേച്ചിൻ്റെ അനുഭവം ഒന്ന് ഞങ്ങളായിട്ടൊന്ന് പങ്കുവെക്കും. അതായത് എനിക്ക് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള അനുഭവവും അതേപോലെ കസ്റ്റമേഴ്സിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഒന്ന് ഞങ്ങളായിട്ടൊന്ന് പങ്കുവെക്കും. ഞാൻ ഷോപ്പിൽ വന്നിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. പഠിച്ചത് രാജുവേട്ടനാണ് സാറാണ്. ഓക്കെ. എല്ലാം ഫിറ്റിങ്ങും എല്ലാം പഠിപ്പിച്ച് അതുകൊണ്ട് എനിക്ക് അതിലൊരു കൈത്തൊഴിൽ പഠിഞ്ഞു. പിന്നെ ഷോപ്പിൽ വന്നിട്ടുണ്ടായ അനുഭവം പറഞ്ഞാൽ, ചില കസ്റ്റമർമാർ പറഞ്ഞ മാതിരി നമുക്ക് സമയം വൈകി പറയും. പക്ഷെ ഞങ്ങൾ പരമാവധി സമയത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ കൊറിയർ ലേറ്റ് ആവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങളത് വിളിച്ച് പറയാറുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും വിളിച്ച്, ഞങ്ങൾ കണ്ണട ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാന്നാണ് എല്ലാവരുടെ അടുത്തും പറയുക. കാരണം ചിലപ്പോൾ കൊറിയർ ലേറ്റ് ആവുകയും ചിലപ്പോൾ നേരത്തെ ഗ്ലാസ് പൊട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമയം വേണം. അത് കാരണം ഞങ്ങൾ പരമാവധി ഞങ്ങൾ കസ്റ്റമർമാർക്ക് പറഞ്ഞ ഡേറ്റിന് കൊടുക്കാറുണ്ട്. ഓക്കെ. ചേച്ചി പറയൂ, ചേച്ചിക്ക് അങ്ങനെ ഉണ്ടായ അനുഭവം. ചേച്ചി കൂടെ വന്നിട്ട് എത്രയായി? ഒരു വർഷമായിട്ടുള്ളൂ അല്ലേ? ഞാൻ വരുമ്പോ എനിക്ക് കണ്ണട മുഖത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതെ. ലെൻസ് വെക്കുക അങ്ങനെ ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. വന്നിട്ടാണ് സാറും ചേച്ചിമാരാണ്. അതെ. സാർ തന്നെയാണ് ഇപ്പൊ എനിക്കും കൂടുതൽ പറഞ്ഞത്. എനിക്കിപ്പോ ഈ കണ്ണട വെക്കുക എന്നല്ലാണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. എന്തായാലും സാറേ, പിന്നെ സാറിന് ഇവരോട് എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് അറിയാവുന്ന ഞാൻ ചോദിച്ചു. ഇനി സാറ് ചോദിക്കുന്ന ചോദ്യത്തിന് കുറച്ചും കൂടി ഇവര് ആൻസർ പ്രചോദനമല്ല, ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാം. ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഒരാളുടെ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ ബൈഫോക്കൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ. അദ്ദേഹത്തിന് നമ്മൾ ബൈഫോക്കൽ ലെൻസ് ഓർഡർ ചെയ്തു വരുത്തി. മൂപ്പർ എവിടെയോ പോയ സമയത്ത് ആരോ പറഞ്ഞു ഇതിനേക്കാളും നല്ലത് പ്രോഗ്രസീവ് ലെൻസ് ആണ്. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഇവർ പറഞ്ഞു ഡോക്ടർ ബൈഫോക്കൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് അല്ലല്ല അത് നിങ്ങളങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇവരോട്. ഇവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു കസ്റ്റമർക്ക് അതാണ് വെച്ചാൽ ചെയ്തോളൂ, അല്ലാതെ നമുക്ക് ഇതില്ലല്ലോ. കാരണം നമുക്ക് പൈസ വേണം, അല്ലാതെ നമ്മൾ ഈ എല്ലാം സത്യമായ വഴിക്ക് നീങ്ങാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കൊടുത്തു. പ്രോഗ്രസീവ് ലെൻസ് ഇട്ട് കൊടുത്തു. പിന്നെ അയാൾ ഒരാഴ്ച നമ്മുടെ കടയിൽ തന്നെയാണ്. എനിക്ക് കണ്ണട പറ്റുന്നില്ല. ഒരുപാട് കംപ്ലൈന്റ് ആയിട്ടില്ലേ?
അപ്പോൾ അയാളോട് പറഞ്ഞു, അയാൾ ആദ്യമേ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞതല്ലേ മനുഷ്യ, നിങ്ങൾക്ക് പ്രോഗ്രസീവ് പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ ബ്രൈഫോക്കിൽ എഴുതിയിരിക്കുന്നത്. ഇത്ര പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇത്ര പ്രശ്നമാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അതാണ് ആദ്യമേ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞത്. നമ്മൾ ഡോക്ടർ എന്താണോ പറയുന്നത് അതനുസരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ അവിടെ നമുക്ക് സൗകര്യം അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ ഉപയോഗിക്കുന്നതിലത്തെ സൗകര്യമല്ല നമ്മൾ കാണേണ്ടത്. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടർക്ക് അറിയാം ഈ പേഷ്യൻറ്റിന് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ലെൻസാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡോക്ടർക്ക് അറിയാം. അതല്ലെങ്കിൽ നമ്മൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ പ്രൊഫഷൻ ഡോക്ടറോട് പറയണം. എനിക്ക് വായന കൂടുതലുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് ഏരിയ കൂടുതലുള്ള ഗ്ലാസ് വേണം എന്നല്ലേ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിനനുസരിച്ചിട്ടുള്ളത് തരും. അപ്പോൾ ഡോക്ടർ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും അണ്ടർ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം തരും. ഇത് ഡോക്ടറോടൊന്നും മിണ്ടില്ല, നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മളോടാണ് അടി മുഴുവൻ പ്രശ്നങ്ങൾ പറയുക. അതിപ്പോൾ നമുക്ക് ഒരു മാസം ആയിട്ടുള്ളൂ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്. ആ സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ തന്നെയാണ് ഓർഡർ എടുത്തതും ഇവർ തന്നെയാണ് രണ്ടാമത് ആ പ്രശ്നങ്ങൾക്കൊക്കെ സാക്ഷികളായതും. അവസാനം പിന്നെ ഞാൻ വന്നിട്ട് അയാൾക്ക് ആ ട്രിപ്ടോപ്പ് ലെൻസ് അയാളുടെ വേറൊരു ഫ്രെയിമിൽ ഇട്ട് കൊടുത്തു എന്നതിന് ശേഷമാണ് മൂപ്പർക്ക്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പം കസ്റ്റമർക്ക് നമ്മളോട് ചെറിയൊരു നീരസമാതിരി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എനിക്ക് മാറ്റിക്കൊടുത്ത ലെൻസിന് ഞാൻ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. എനിക്കതിന് കാശ് വാങ്ങിക്കാതിരിക്കാൻ നോക്കിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ട് പകുതി പൈസ നമ്മൾ അവരുടെ നിന്ന് വാങ്ങിച്ചു ഈടാക്കിയിട്ടുള്ളത്. എന്നാലും അദ്ദേഹം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം, ഈ ഒരു പ്രോബ്ലം കാരണം. ഞാൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു ക്വാളിറ്റിയിലെ ലെൻസൊക്കെ ഇട്ടതാണ് അവർ ആദ്യം ചെയ്തിരുന്നത്. പക്ഷെ അത് വെച്ചിട്ട് അവർക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം അവർ വന്നതേ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ലെൻസ് ഫിറ്റ് ചെയ്യുന്ന എന്താന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് അവര് വന്നത്. കാരണം അവർക്ക് ഒരു അബദ്ധം പറ്റി, നല്ല ബ്രാൻഡഡ് ലെൻസ് ഒക്കെ എടുത്തതാണ്. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഒരു ഉപയോഗം ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് അവരെ കറക്റ്റ് IPD പ്രോഗ്രസീവ് ആയിരുന്നു, കറക്റ്റ് IPD മാർക്ക് ചെയ്ത് അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവർ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളുടെ പോയത്. അതെ തീർച്ചയായിട്ടും. ആ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ചേച്ചിമാര് പറയൂ, ചേച്ചിമാർക്ക് ഉണ്ടായ അനുഭവങ്ങള്? അനുഭവം തന്നെ, കാരണം എല്ലാവരും ഒന്നിച്ചാണല്ലോ. ഓക്കെ ഒരു കോയിന് രണ്ട് വശം. അതെ അതേമാതിരി തന്നെയാണ് കസ്റ്റമേഴ്സ്. നമ്മളൊരു അപ്പുറവും ഇപ്പുറവും ആവാം. രണ്ട് വശം. നമ്മൾ അതിനനുസരിച്ചിട്ട് നിൽക്കണം. അത്രയേ ഉള്ളൂ. ഒരു സെയിൽസ് എന്ന് പറയുന്ന സമയത്ത് ആ സെയിൽസ് പേഴ്സൺ പ്ലീസിങ് ആവുക ഫസ്റ്റ് തിങ്. പിന്നെ കഴിയുന്നത്ര നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഒരു സംഗതിയുടെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കാണ് വിട്ടുകൊടുക്കുക. നമ്മൾ ആ സീനിൽ നൽകുന്നത്. അതെ. നമുക്കിനി എന്തായാലും ഞാൻ വന്നതല്ലേ, എൻ്റെ കണ്ണ് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ, എൻ്റെ കണ്ണിന് എന്തൊക്കെ പ്രശ്നമുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ അതിലോട്ട്. ഇനി നമ്മളെ എൻ്റെ കണ്ണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചേച്ചി ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെക്കാല്ലേ? കയ്യും കൊണ്ട്. ഓക്കെ ഓക്കെ. ആദ്യം റൈറ്റ് ആയിയാണോ ചെക്ക് ചെയ്യുന്നത്? ഓക്കെ. ഓ ഓക്കെ.
അപ്പൊ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക അല്ലേ? അതെ. ഇനി നമ്മൾ ലെൻസ് വെച്ചിട്ട് വേറെ ചെക്ക് ചെയ്യും. വേറെ ചെക്ക് ചെയ്യും അങ്ങനെ. ഓക്കെ ചേച്ചി, എന്തായാലും ചെക്ക് ചെയ്ത ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ചെറിയൊരു പവർ ഉണ്ട്. അതെ, ആണ്. ലോങ് സൈറ്റ് ആണ് പ്രശ്നമുണ്ട് അല്ലേ? നമ്മളിപ്പോ വേറെ വെച്ച് കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആവുകയാണോ ഇത്? ഇല്ല, നല്ല ക്ലിയർ ആണ്. നല്ല ക്ലിയർ ആണ്. ഓവർ ആയിട്ടാണ് അല്ലേ? ഓവർ ക്ലിയർ ആണ്. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴും നല്ല ക്ലിയർ ഉണ്ട്, കുഴപ്പമില്ല. ഇതൊന്ന് തിരിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ കൂടുകയാണോ കുറയണോ എന്ന് പറയണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ലിയർ കുറയാണ് ചെയ്തത്. ഇല്ല, കുറഞ്ഞു വരികയാണ്. ക്ലിയർ കുറഞ്ഞു വരികയാണ് ഇതിലാവുമ്പോഴാ ഇപ്പൊ കറക്റ്റ് ആയി. ഒന്ന് ഗ്ലാസ് മാറ്റി വെക്കുന്നുണ്ട്. ഓ ഇപ്പൊ ഈ ഗ്ലാസ് വെച്ചിട്ട് എന്താണ്? മങ്ങാണ്. അതായത് മുകൾ അടിയത്തെ ലാസ്റ്റും അതിന്റെ കുറച്ച് മുകളിലുള്ളതും നല്ല മങ്ങലാണ് അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അക്ഷരങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ക്ലാരിറ്റി ഇല്ലേ? രണ്ട് കണ്ണുകൊണ്ടും കൂടെ നോക്കുമ്പോ എങ്ങനെയുണ്ട്? നല്ല ക്ലിയർ ആണ് അല്ലേ? ഇങ്ങനെ കാണുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ കാണുന്നതാണോ നല്ലത്? ഇതിലാവുമ്പോ ഒന്നുകൂടെ ഒരു ക്ലിയർ കൂടുതലുണ്ട്. അതിന് ചെറിയൊരു പവർ വേണല്ലേ?
അപ്പൊ ഈ സാധാരണ സാറേ നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ പൊടി അടിച്ചിട്ട് അങ്ങനെ വരുന്നതാണോ? അതുകൊണ്ടല്ല, നമ്മൾ കണ്ണ് സ്ട്രെയിൻ ചെയ്യിച്ചിട്ടാണ്. കാരണം നിങ്ങൾ ഒന്നാമത് കൂടുതൽ മൊബൈലിൽ നോക്കുന്ന ആളാണ്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് ഇങ്ങനെ ഒരു നമ്മൾ അതിനനുസരിച്ചുള്ള ലെൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്ട്രെയിനും കുറയ്ക്കാൻ സാധിക്കും കണ്ണിന്റെ. ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഏത് ലെൻസാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇതിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്നത്? സിംഗിൾ വിഷൻ ലെൻസ് ആണിത്. ദൂരക്കുള്ളതാണ്, ദൂരക്കുള്ളത്, ദൂരക്കാഴ്ചക്കുള്ളതാണ്. ഓക്കെ ഓക്കെ. അത് നമുക്ക് സാധാ ഹാർഡ് കോട്ട് ഉപയോഗിക്കാം. കുറച്ചുകൂടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ആന്റി ഗ്ലെയർ ഗ്ലാസ് ഉണ്ട്. നൈറ്റ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലൂറേ ലെൻസ് ഉണ്ട്. ബ്ലൂറേ ലെൻസ് ഇല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷമായി. എന്തായാലും എൻ്റെ ഇത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ ദിവസമായി ഒരു ഡൗട്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും അതും കൂടെ ഇവിടെ വന്നപ്പോൾ നടന്നു. എന്തായാലും വളരെ സന്തോഷമായി കേട്ടോ.